ദീർഘകാലങ്ങളായി അനർത്ഥങ്ങളും കഷ്ടങ്ങളും അനുഭവിച്ച് ഒരു വിടുതൽ കാണാൻ കഴിയാതെ, സ്വസ്ഥത അനുഭവിക്കാൻ കഴിയാതെ, ഒരു ദൈവപ്രവൃത്തി കാണാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന ഒരു ജീവിതമാണ് നിങ്ങളുടേതെങ്കിൽ കർത്താവ് ഇന്ന് നിങ്ങൾക്ക് ഈ മെയ് മാസത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ ഒരു പ്രോമിസ് തരുന്നു. ദൈവം നിങ്ങൾക്ക് നഷ്ടമായ വർഷങ്ങളും നഷ്ടമായ ആരോഗ്യവും നഷ്ടമായ നന്മകളും ആനന്ദവും തിരികെ തരും. ദൈവം നിങ്ങൾക്കൊരു പുതിയ ജീവൻ തരും, പുതിയ ജീവിതം തരും. ഹല്ലേലൂയ. കർത്താവ് എന്നോട് സംസാരിച്ച വചനം 71 സങ്കീർത്തനം 20 വാക്യമാണ്. അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ, നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും. ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് ഞങ്ങളെ തിരികെ കയറ്റും. ഹല്ലേലൂയ. ഇതൊരു വലിയ ആശ്വാസം നൽകുന്ന, പ്രോമിസ് നൽകുന്ന, വാഗ്ദാനം നൽകുന്ന വചനമാണ്. ദീർഘകാലങ്ങളായിട്ട് അനുഭവിക്കുന്ന കഷ്ടതകൾ, അനർത്ഥങ്ങൾ ഓരോ മേഖലയിൽ നിന്നും, അത് ഭവനത്തിനകത്തുനിന്നായിരിക്കാം, സമൂഹത്തിൽ നിന്നായിരിക്കാം, മനസ്സിന്റെ അകത്ത് വരുന്ന പ്രശ്നങ്ങളിൽ നിന്നായിരിക്കാം, പിശാച് കൊണ്ടുവരുന്ന പ്രശ്നങ്ങളായിരിക്കാം. ഇങ്ങനെ പല മേഖലകളിൽ നിന്നും ഏറ്റവും പ്രിയപ്പെടുന്നവരുന്നോ സ്നേഹിതരുന്നൊക്കെ അനുഭവിക്കുന്ന അറ്റാക്കുകളായിട്ടായിരിക്കാം. ഇങ്ങനെ പല അനർത്ഥങ്ങളും കഷ്ടങ്ങളും കണ്ട് മനസ്സുമടുത്ത് ദൈവഭക്തിയുടെ മാർഗം വിട്ട് ഈ ലോകത്തിന്റെ ജഡപ്രകാരമുള്ള പ്രതികരണവുമായി ജീവിക്കാമെന്ന് ചിന്തിച്ച് പരാജയപ്പെട്ട ഒരുപാട് പേരുണ്ട്. പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ കാത്തിരുന്ന് ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി മടുത്തു പോകാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. കർത്താവ് അവർക്കൊരു ആശ്വാസവും ധൈര്യവും പറയുകയാണ്. അവൻ ഭൂമിയുടെ ആഴങ്ങളിൽ നിന്നും നിങ്ങളെ കയറ്റും, തിരികെ കയറ്റും. ഹല്ലേലൂയ. ഇത് വലിയൊരു പ്രോമിസാണ്. ദൈവം തിരികെ കയറ്റും. എല്ലാ കാലത്തും ഈ അനുഭവമല്ല, ദൈവം നിങ്ങളെ തിരികെ കയറ്റും. മറ്റൊരു വാക്യം കൂടെ 85 സങ്കീർത്തനത്തിന്റെ 6 വാക്യം. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? ഹല്ലേലൂയ. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? അപ്പൊ ഞങ്ങളിപ്പോൾ മരിച്ച അവസ്ഥയിലാണ്. പേരുണ്ട്, ഞങ്ങൾ ജീവനുള്ളവരെ പോലെയൊക്കെ മറ്റുള്ളവർ കാണുന്നുണ്ട്, പക്ഷേ ഞങ്ങൾ ശരിക്കും മരിച്ചവരെ പോലെയാണ്. ആനന്ദമില്ല, ആഹ്ലാദമില്ല, അനുഗ്രഹമില്ല, ആഹാരമില്ല, ഒന്നും ആസ്വദിക്കാൻ പറ്റുന്നില്ല. മരിച്ചവരെ പോലെ ജീവിക്കുകയാണ്. ഹല്ലേലൂയ. അത്തരത്തിൽ കൈപ്പേറിയ ജീവിതാനുഭവങ്ങൾ കൊണ്ടുവന്നിട്ട് ആനന്ദകരമായി ഒന്നും അനുഭവിക്കാൻ യോഗമില്ലാത്തവരായി ജീവിക്കുകയാണ്. കർത്താവിന്റെ വചനം പറഞ്ഞു, നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? ഹല്ലേലൂയ. ഒരുപാട് കഷ്ടതകളെ തീച്ചുളയ്ക്കകത്തൂടെ പോകുന്ന മനുഷ്യര്. പക്ഷെ ഒരു പ്രോമിസ് ഉണ്ട് കേട്ടോ. 66 സങ്കീർത്തനത്തിന്റെ 9 മുതൽ വാക്യങ്ങളിൽ, വെള്ളി ഊതിക്കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതിക്കഴിച്ചിരിക്കുന്നു. നീ ഞങ്ങളെ, മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കിയിരിക്കുന്നു. ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു. നീ ഞങ്ങളെ മുൻപും പിൻപും അടച്ചിരിക്കുന്നു. ഞങ്ങൾ തീയിലും വെള്ളത്തിലൂടെ കടക്കേണ്ടി വന്നു. അടുത്ത വാക്യം, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ ഇനി മുന്നോട്ട് പോവുകയാണെന്നും ജീവിതം മുഴുവൻ ഇങ്ങനെയാണെന്ന് ചിന്തിക്കുള്ളൂ. എത്ര പേര് ജീവിതം അവസാനിപ്പിക്കുന്നതെന്നറിയോ? ഒരുപാട് പേര് ജീവിതം അവസാനിപ്പിക്കുന്നതിന് കാരണം, ഇനി എൻ്റെ ജീവിതത്തിൽ അപ്പുറത്തേക്ക് ഒരു നന്മ പ്രാപിക്കാൻ പറ്റുകയില്ല, ഇനി എനിക്കൊരു ഉയർച്ചയില്ല, ഇനി എനിക്കൊരു ജീവിതമില്ല, ജീവനില്ല, ഇനി എനിക്ക് പ്രതീക്ഷകളില്ല. പക്ഷെ ശരിക്കും എത്ര നാശത്തിലൂടെ അഗ്നിശോധനയിലൂടെ കടന്നുപോയാലും അതിനപ്പുറത്തേക്ക് ദൈവം പൊന്നുപോലെ പുറത്ത് കൊണ്ടുവരും. അതാണ് ദൈവം തരുന്ന പ്രത്യാശ. ഹബക്കൂക്ക് പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, കർത്താവേ, ഞാൻ എത്രത്തോളം സാഹസം അനുഭവിക്കേണ്ടി വരും? ഞാൻ എത്രത്തോളം കാത്തിരിക്കേണ്ടി വരും? എത്ര നാൾ ഞാൻ കാത്തിരിക്കണം? ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തികളൊന്ന് ജീവിപ്പിക്കണമേ. ഹബക്കൂക്ക് പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്. 1-ാം അധ്യായം, 2-ാം അധ്യായം, 3-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങളാണ്. ഹല്ലേലൂയ. എന്നാൽ 2-ാമത്തെ അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ ഈ പറയുന്ന വചനം വലിയ അക്ഷരത്തിലൊരു പലകയിൽ എഴുതണം, ഓടിച്ചു വായിക്കുക എന്ന് പറഞ്ഞാൽ ദൂരെ യാത്ര ചെയ്തുകൊണ്ട് പോകുന്ന ആളുകൾക്കും വായിക്കാവുന്ന രീതിയിൽ നീ അത് എഴുതിക്കോണം. ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം, താമസിക്കുകയില്ല. ആമേൻ. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. ഹല്ലേലൂയ. വിശ്വാസത്താൽ കാത്തിരിക്കുന്ന ദൈവത്തിന്റെ നീതിമാന്മാരുണ്ട്. വിശ്വാസം ത്യജിച്ച് ആ ദൈവപ്രവൃത്തിയെ
ഇനി നടക്കാൻ പോകുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് വിശ്വാസം ത്യജിച്ച് പിന്മാറിപ്പോയവരുമുണ്ട്. ഹല്ലേലൂയ. എബ്രായ ലേഖന കർത്താവ് തൻ്റെ 10-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യത്തിൽ പറയാണ്, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നുള്ള കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നുള്ള കൂട്ടത്തിൽ അത്രയാകുന്നു. പിന്മാറരുതേ, തളർന്ന് പുറകോട്ട് പോകരുതേ. ഒരു വലിയ ജയം ദൈവം കരുതിയിട്ടുണ്ട്. ദൈവമായിട്ട് ചില ഉയർച്ചകൾ കരുതി വെച്ചിട്ടുണ്ട്. കാത്തിരുന്ന് അത് പ്രാപിക്കണം. ഹല്ലേലൂയ. ഒരുപാട് വെല്ലുവിളികൾ നമ്മുടെ ആ അച്ചീവ്മെന്റിന് നേരെ കടന്നു വരും. നമ്മൾ പലതും കാത്തിരുന്ന് പ്രാപിക്കാൻ വരുമ്പോൾ നിരാശപ്പെടുന്ന ഒരുപാട് ആളുകൾ, പുറകോട്ട് നടക്കുന്ന ആളുകൾ, പിന്നോട്ട് സഞ്ചരിച്ചു പോകുന്ന അല്ലെങ്കിൽ പിറകോട്ട് പഴയതിലേക്ക് പോകുന്ന ആളുകളൊക്കെ നമ്മുടെ സൈഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. കുറെ പേര് വെറുതെ പോകുന്നു, കുറെ പേര് കരഞ്ഞുകൊണ്ട് പോകുന്നു, കുറെ പേര് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടു പോകുന്നു. ഇതെല്ലാം ദൈവത്തെ കുറ്റം പറയുന്നു. ഇതിന്റെയൊക്കെ നടുവിൽ ഓടി തീർക്കണം. വിശ്വാസ ജീവിതം മുൻപോട്ട് വരണം. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മളെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഹല്ലേലൂയ. നമ്മളെ ജീവിപ്പിക്കുന്നൊരു ദൈവമുണ്ട്. തിരികെ കയറ്റുന്നൊരു ദൈവമുണ്ട്. തക്ക സമയത്ത് മാനിക്കുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അവനെ കാത്തിരിക്കുന്ന ഒരുവനും ലജ്ജിച്ചു പോകുകയില്ല. ആമേൻ. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. എന്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈനീട്ടും. നിന്റെ വലങ്കൈ എന്നെ രക്ഷിക്കും. 138-ാം സങ്കീർത്തനം 7-ാം വാക്യം. നിന്റെ വലങ്കൈ എന്നെ രക്ഷിക്കും. അതെ, ആ കരം ഇന്നും കുറുകിയിട്ടില്ല. ആ ചെവി, ആ കാതുകളിൽ നിന്നും മന്ദമായിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടി അവൻ എഴുന്നേൽക്കും. അവന്റെ പ്രവൃത്തികൾ നിങ്ങളുടെ വിടുതലിന് വേണ്ടിയാണ്. കാത്തിരിക്കുക. ഇന്ന് ഞായറാഴ്ച ഈ കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഒരുങ്ങിയിരിക്കുക. ദൈവം വൻകാര്യങ്ങളെ ചെയ്യാൻ പോകുന്നു. ഈ മെയ് മാസത്തില് ദൈവം മടക്കി വരുത്താൻ ആഗ്രഹിക്കുന്നു. സന്തോഷം, അനുഗ്രഹം, സമൃദ്ധി, നന്മകൾ എല്ലാം മടക്കി വരുത്താൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ദൈവത്തിന്റെ വേല ചെയ്യുന്നവരാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിലുള്ള ആലോചനയിലുള്ള ഒരു ശുശ്രൂഷയ്ക്കായി ദൈവം നിങ്ങളെ ഒരുക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്നു. അത് നിങ്ങൾ സ്വീകരിച്ചു. ഒരു ദൈവത്തിന്റെ പ്രോമിസായിട്ട് സ്വീകരിക്കുക. അനർത്ഥങ്ങളും കഷ്ടങ്ങളും മാത്രമുള്ള ഇതുവരെ ഉണ്ടായിരുന്ന ആ പശ്ചാത്തലത്തിൽ നിന്ന് ദൈവം സന്തോഷത്തിലേക്കും ആനന്ദത്തിലേക്കും വിടുതലിലേക്കും നയിക്കാൻ ആഗ്രഹിക്കുന്നു. ഞായറാഴ്ച ഇന്ന് രാത്രി 10 മുതൽ 11 വരെ, ഇന്ത്യൻ സമയം 10 മുതൽ 11 വരെ ഓൺലൈൻ വഴിയായിട്ട് വർഷിപ്പും ഒരു വിടുതൽ ശുശ്രൂഷ നടക്കുന്നുണ്ട്. നിങ്ങളുടെ വിടുതലിനുള്ള ആലോചനയും ഒക്കെ ആ മീറ്റിങ്ങിലുണ്ട്. നിങ്ങൾ ആ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യണം. സൂം വഴിയാണ്. ഇതുവരെ നിങ്ങൾ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ഇന്ന് ജോയിൻ ചെയ്യണം. നിങ്ങൾക്കൊണ്ട് സ്പെഷ്യൽ മെസ്സേജ് ഉണ്ട്. അതിൻ്റെ ഐഡിയും പാസ്വേഡും ലിങ്കൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളതിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഇല്ല എങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ ഒരു മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരുന്നതാണ്. നിങ്ങൾ ജോയിൻ ചെയ്യണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കുവാൻ നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുന്ന ദൈവമാണ്. ഞങ്ങൾ കഷ്ടതയും അനർത്ഥവും മാത്രമാണ് ജീവിതത്തിൽ കണ്ടിട്ടുള്ളതെങ്കിലും അതിനപ്പുറത്തേക്ക് നിന്റെ വലങ്കൈ ഞങ്ങളെ പിടിക്കുകയും താങ്ങുകയും കർത്താവെ ആ കഷ്ടതകളും അനർത്ഥങ്ങളും മാറി ദൈവികമായ ഒരു ശുഭതയിലേക്കും സന്തോഷത്തിലേക്കും ഞങ്ങളെ കൊണ്ടുവരാൻ പോകുന്നതിനായി നന്ദി. ഈ വചനം കേൾക്കുന്നവരുടെ കുടുംബങ്ങളിൽ ദൈവിക സമാധാനം വരട്ടെ. വചനം കേൾക്കുന്നവരിൽ ദൈവത്തിന്റെ വിടുതൽ വ്യാപരിക്കട്ടെ. അനർത്ഥങ്ങൾ മാറിപ്പോകട്ടെ. തകർച്ചകൾ മാറട്ടെ. സ്വസ്ഥതയും സമാധാനവും ആനന്ദവും ആഹ്ലാദവും കടന്നു വരട്ടെ. ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവ്, നീ തിരികെ എഴുന്നേൽപ്പിക്കുന്നതിനായി, നീ കയറ്റുന്നതിനായി, നീ ഉയർത്തുന്നതിനായി സ്തോത്രം. അവിടുത്തെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പതിവ് പോലെ സന്ദേശം കുറെ പേർക്ക് നിങ്ങൾ പങ്കുവയ്ക്കുക. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ബ്യൂട്ടിഫുൾ സൺഡേ.